ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറുകരയില്ല കാടല് ഞാനെന്നോവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാനെന്നോവർ. അറിവിലും ഇബാദത്തിലും തഖ്വയിലും കരകാണാത്ത കടലിൻ തുല്യനാണ് ഞാൻ എന്നാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്ത അനുഗ്രഹമായി ഇവിടെ എടുത്തു പറയുന്നത്. അതുപോലെ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാൻ എന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും പല രഹസ്യങ്ങളും കൊടുക്കുമെന്നും അത് സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും കഴിഞ്ഞ വരി വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമും നടത്തിയ യാത്ര പ്രസിദ്ധമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഖദർ അലൈഹി സ്വലാമിൽ നിന്നുണ്ടായ 3 സംഭവങ്ങൾ, അതിൻ്റെ രഹസ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിക്കാത്തത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ എതിർത്തപ്പോൾ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൂസ, നിങ്ങൾ ഒരറിവിൻ്റെ മേലാണ്, ആ അറിവ് എനിക്ക് അള്ളാഹു നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ എനിക്ക് അള്ളാഹു നൽകിയ ചില അറിവുകൾ നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് തന്നെ മനസ്സിലാകാത്ത പല രഹസ്യങ്ങളും മറ്റും പല മഹാന്മാർക്കും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസ്, ഈ സംഭവം നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ആ ഒരു ആശയമാണ് ഈ വരിയിലൂടെ മുഹീദ്ദീൻ ഖാദി മുഹമ്മദ് അവറുകൾ നമുക്ക് പഠിപ്പിക്കുന്നത്.